നമ്മളിപ്പോ പറഞ്ഞല്ലോ റിയാസ് ഖാൻ, രഞ്ജിത്ത് സാറിന്റെ ഒക്കെയാണ് വോയിസ് ഭയങ്കര ആപ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ചേട്ടന് ഭയങ്കര ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞല്ലോ. ഏതെങ്കിലും ഒരു ഡയലോഗ് ഞങ്ങൾക്ക് വേണ്ടി പറയാമോ? റിയാസ് ഖാന്റെ കണ്ടില്ലേ അവന്റെ മുഖം, ഒരു പുലബന്ധവുമില്ലാത്ത ഒരുവനെ കണ്ട പോലെ. ഒളിച്ചു വയ്ക്കാൻ മാത്രമല്ല അഭിനയിക്കാനും മിടുക്കനാ. പോട്ടടാ ബാലേട്ട. അത് റിയാസ് ഖാന് വേണ്ടി ചെയ്ത നമ്മുടെ ഹിറ്റായിട്ടുള്ളൊരു ഡയലോഗാണ് ഈ ബാലേട്ട എന്ന് വിളി. പോട്ടടാ ബാലേട്ട എന്ന് വിളിക്കുന്നത് തന്നെ ഒരു വലിയൊരു ഇതായിട്ടാണ്. ഞാൻ കൈയടിക്കും വിസിലടിക്കും, വേണ്ടി വന്നാൽ കരണക്കുറ്റിക്കും അടിക്കും, അതെന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റ്. അത് അത്രയും ഡയലോഗ് എനിക്കറിയുള്ളൂ. അതും ഹിറ്റായ ഡയലോഗാണ്. ഈ സൈമൺ നാടാർ ആണ്. അതുപോലെ തന്നെ ബെല്ലാരിയിലവൻ ബെല്ലാരി രാജ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കുറെ ഡയലോഗാണ്. ഇപ്പൊ ഓർമ്മയില്ല, ഒരുപാട് ചെയ്യുന്നതല്ല. ഓക്കെ. അപ്പം ഈ ദിലീപേട്ടനൊക്കെ ഇങ്ങനെ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കും. അതായത് ഇപ്പം ഒരു സിനിമ ദിലീപേട്ടൻ അഭിനയിച്ച ഒരു സിനിമ, അതിനകത്ത് ദിലീപേട്ടന്റെ ക്യാരക്ടറിന് ദിലീപേട്ടൻ ഡബ് ചെയ്യും, പിന്നെ വേറെ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ പുള്ളി ഇങ്ങനെ സൗണ്ട് മാറ്റി ക്യാരക്ടേഴ്സിനൊക്കെ കൊടുക്കും, സൗണ്ട് കൊടുക്കും എന്ന് പറയും. ചേട്ടൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ സൗണ്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഞാനൊരു ഡബിങ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ചെയ്യാനുള്ളൊരു ഇതില്ല. കാര്യം നമ്മള് കൂടുതൽ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ക്യാരക്ടർ ഒന്ന് അല്ലെങ്കിൽ രണ്ടൊക്കെ ചെയ്യാം. പക്ഷെ അതിൽ കൂടുതൽ ചെയ്യാന്ന് പറയുമ്പോഴേക്കും നമ്മൾ വേറെ 3-4 പേരുടെ ജോലിയല്ലേ കളയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ എങ്കിലും ചിലപ്പോൾ നിവൃത്തിയില്ലാതെ വരുമ്പോൾ ഞാൻ ഒരു പടം, ആ പടം റിലീസ് ആവണമെങ്കിൽ അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് പൈസ വാങ്ങിക്കാതെ ഫ്രീ ആയിട്ട് ഞാൻ ഡബ് ചെയ്തതിനെ പൈസ മേടിച്ചില്ല. ഫ്രീ ആയിട്ട് ഞാൻ ഡബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 5 പേർക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. അന്നത്തെ ഒരു ഫേമസ് ആർട്ടിസ്റ്റിനെ ഉൾപ്പെടെ, അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, അദ്ദേഹത്തിന് ഉൾപ്പെടെ 5 പേർക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. ഗോവിന്ദൻകുട്ടി തിരക്കിലാണ് എന്നാണ് സിനിമയുടെ പേര്. 1-2 പേരുടെയൊക്കെ വോയിസ് എൻ്റെ ആണെന്ന് അറിയാൻ പറ്റും, ബാക്കിയൊന്നും അറിയത്തില്ല. അറിയാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിലൊക്കെ രസം എന്ന് വെച്ചാൽ സീരിയലില് എൻ്റെ വോയിസ് ഞാൻ അഭിനയിച്ചിട്ട് നായകന് ഞാൻ ഡബ് ചെയ്യുന്നു, അതിനകത്ത് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, എന്റെ വോയിസ് വേറെ ആൾ ഡബ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് സ്വാഭാവികമായിട്ട് എന്റെ ശബ്ദം ഞാൻ കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തില്ലേ. പക്ഷെ ഇത് നിവൃത്തിയില്ല, കാരണം നായകന്റെ ശബ്ദം എന്റെയാണ്. അതുകൊണ്ട് ഞാൻ ഇത് നിർബന്ധിതനാകുവാണോ വേറൊരാള് ചെയ്യാനായിട്ട്. ചേട്ടന് വില്ലൻ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുമല്ലോ. അപ്പൊ ഇങ്ങനെ സീരിയൽസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു വൈഡ് സ്പ്രെഡ് ഓഡിയൻസ് ഉള്ള ഒരു മേഖലയാണ്. അതായത് നമ്മളെ കുറച്ച് കൂടുതൽ, അതായത് ഒരു സിനിമ ചെയ്യുമ്പോഴും ഒബ്വിയസ്ലി ആൾക്കാർ അറിയാം. പക്ഷെ സീരിയലിന് കുറച്ചും കൂടി അമ്മമാര് അല്ലെങ്കിൽ നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ കുറച്ചും കൂടി ആൾക്കാർ വന്ന് നമ്മളോട് സംസാരിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുള്ള മേഖലയാണ്. അപ്പൊ ഈ വില്ലൻ ക്യാരക്ടർ ഒക്കെ ചെയ്യുമ്പോൾ ചേട്ടൻ എപ്പോഴെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ പുറത്തൊക്കെ പോകുമ്പോ? ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ആണോ? ഏറ്റവും എടുത്തു പറയുന്നത്, ഞാൻ പരസ്പരം എന്ന് പറയുന്ന സീരിയലിൽ വില്ലനായിട്ട് അഭിനയിച്ചു. SI ധനപാലൻ. അപ്പോൾ ഭയങ്കര ക്രൂരനായ ഒരു വില്ലന്, ഒരു പോലീസുകാരനായ. ആ ദീപ്തിയെ ഒരുപാട് ദ്രോഹിക്കുന്ന. അപ്പൊ അത് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഒരിക്കൽ ഓച്ചിറ പരബ്രഹ്മം ക്ഷേത്രമുണ്ട്, അവിടെ ഈ 12 വിളക്ക് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഞാൻ അവിടെ ഭജന ഇരിക്കാനായിട്ട് പോകാറ്. ഞാനും ഒരിക്കൽ എൻ്റെ വൈഫിന്റെ അമ്മയൊക്കെ അവിടെ സ്ഥിരമായിട്ട് ഇരിക്കുന്ന, എല്ലാ വർഷവും ഇരിക്കാറുണ്ട്. ഞാൻ പോയി ചിലപ്പോൾ 1-2 ദിവസമൊക്കെ ഇരിക്കാറുണ്ട്. അങ്ങനെ അവിടെ പോയി ഇരിക്കുമ്പോൾ തൊഴാനായിട്ട് പോയി. അവിടെ അമ്പലമില്ലല്ലോ, അവിടെ ആൽത്തറയിൽ ആൾക്കാരെല്ലാം ഒരുപാട് ജനമുണ്ട്. കാരണം നമുക്ക് ഒരാളെ മുട്ടാതെ നടക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ജനമാണ് അവിടെ. അപ്പം ഞാനിങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് എന്നെ ആരോ വഴക്ക് പറയും. നോക്കിയപ്പോൾ ഒരു പ്രായമുള്ളൊരു അമ്മ, അവര് എൻ്റെ അടുത്ത് നിന്നിട്ട് എന്നെ വഴക്ക് പറയണം, എന്തൊക്കെയോ പറയാ വിളിച്ച്. ആ പെണ്ണിനെ ദ്രോഹിച്ചിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച നിനക്ക് മോശം കിട്ടൂടാ, അങ്ങനെയാണോ ഇങ്ങനെയാന്ന് പറയും, എന്തൊക്കെയോ പറയുന്നു. ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഇവരിങ്ങനെ വഴക്ക് പറയാ. ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് തൊഴുതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടായിട്ട് ഞാൻ പറഞ്ഞു, അമ്മച്ചി ഞാനൊന്ന് തൊഴുതോട്ടെ എന്നത്. അവനെ നിന്നെ തൊഴാൻ സമ്മതിക്കുന്നില്ല, അടിക്കാനൊക്കെ വരുവരും. ഞാൻ നോക്കുമ്പോ ഈ ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാര് ചിരിച്ചോണ്ട് നിൽക്കുക. ഇവരാരും ഒന്ന് പിടിച്ചു മാറ്റുന്നു, ഒന്ന് ചുമ്മാ ഇരിക്കുക എന്ന് പറയുന്നില്ല. എല്ലാരും നോക്കി ചിരിച്ചു. കാരണം അവർക്കറിയാം ഇവരെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് അറിയാം. അവസാനം ഞാൻ അവരെ തൊഴുതിട്ട് ഞാൻ ഓടി, അല്ലെങ്കിൽ എന്നെ അടിക്കുമോ. അത്രയ്ക്ക് ഒരു വല്ലാത്തൊരു എഫക്റ്റ് ആയിരുന്നു. കാരണം നമ്മൾ സത്യം പറഞ്ഞ ഈ വില്ലൻ ക്യാരക്ടർ ചെയ്യുമ്പോൾ ഒരുപാട് ശാപങ്ങളൊക്കെ ഏറ്റുവാങ്ങും. ആ ശാപങ്ങൾ ഇല്ലാതാക്കാൻ നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും.
അതുകൊണ്ടല്ലേ 2 ദിവസം ഭജനയൊക്കെ ഇരിക്കുന്നത് എന്തായാലും. ചേട്ടൻ വില്ലൻ ക്യാരക്ടർ ചെയ്തു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാരക്ടർ റോൾസ് ചെയ്യാറുണ്ട് സിനിമയിൽ. ഇപ്പൊ കോമഡി ക്യാരക്ടറാന്ന് പറഞ്ഞല്ലോ ഇപ്പൊ നമ്മൾ പറഞ്ഞ ആശാൻ സിനിമയിൽ ചെയ്യുന്നത്. അപ്പൊ ചേട്ടന്റെ മുഖം കാണുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് പേടിയാവും. പക്ഷെ ചിരിച്ചു കഴിയുമ്പോ അങ്ങ് ശരിയാവും, കുഴപ്പമില്ല. ചിരിക്കുമ്പോ നമുക്ക് ആ ഒരു വില്ലൻ ആ ഒരു ഷെയ്ഡ് മാറി വരും. അല്ല, വേറെ കാര്യമുണ്ട്. നമ്മൾ ഈ മുഖം കുറച്ച് റഫായിട്ടുള്ള ആളുകള് എല്ലാരും വില്ലൻ ക്യാരക്ടേഴ്സ് ആണ് കൂടുതലും കൊടുക്കുക. അപ്പോൾ അവർക്ക് വില്ലൻ ക്യാരക്ടേഴ്സ് മാത്രമേ പറ്റുള്ളൂ എന്നൊക്കെ ഉള്ള ഒരു ധാരണയുണ്ട്. പക്ഷെ അവർക്കാണ് ഏറ്റവും നന്നായിട്ട് കോമഡി ചെയ്യാൻ പറ്റുക. പക്ഷെ ഞാൻ ഇതിനു മുമ്പ് കോമഡി ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, അത് സക്സസ്ഫുൾ ആയിട്ടുമുണ്ട്. പക്ഷെ എങ്കിലും നമ്മളെ കാണുമ്പോൾ ആൾക്കാർ തരുന്നത് വില്ലൻ വേഷങ്ങളാണ്. ചേട്ടൻ നടന്നു വന്നപ്പോ ഞാൻ ഇച്ചിരി സീരിയസ് ആയി, പക്ഷെ വന്ന് ഇരുന്ന് ചിരിച്ചു കഴിഞ്ഞപ്പോ ഞാൻ കൂളായി, ഓക്കെ ആയി. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ തിലകൻ സാറിന് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട് എന്ന്, ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? അല്ല, അത് ആദ്യമായിട്ട് അച്ഛന് വേണ്ടിയിട്ട് ശബ്ദം കൊടുക്കുന്നത് സീരിയലിലാണ്, പെയ്തൊഴിയാതെ എന്ന് പറയുന്ന സീരിയലിൽ. അതന്ന് അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്താണ്. ഏകദേശം ഒരു 10 എപ്പിസോഡ് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഡബ് ചെയ്തു. ആ ഡബ് ചെയ്തത് ഞാനും അച്ഛനും കൂടി ഇരുന്നാണ് കാണുന്നത്. അച്ഛനന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഹോസ്പിറ്റലിലെ ടി വിയിലാണ് ഞങ്ങൾ. ഈ വീക്കിലി ആയതുകൊണ്ട് ഞാൻ പോയി ഡബ് ചെയ്തിട്ട് വന്ന് അച്ഛൻ്റെ കൂടെ നിൽക്കുന്നത് ഞാനായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചിരുന്നാണ് കണ്ടത്. പക്ഷെ പുള്ളി അതിനകത്ത് തെറ്റൊന്നും പറഞ്ഞില്ല. അല്ല, പുള്ളി പറഞ്ഞു എന്തിനാ ആവശ്യമില്ലാത്തടത്ത് മൂളലിടണ്ട എന്ന് പറഞ്ഞിട്ടൊരു സംഭവം മാത്രമേ പറഞ്ഞു. പുള്ളി അങ്ങനെ അധികം ആവശ്യമുള്ളിടത്ത് മാത്രമേ മൂളൽ ഇടാറുള്ളൂ, എല്ലാത്തിടത്തും മൂളൽ ഇടത്തില്ല. കാരണം ഫേസിൽ എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ പിന്നെ മൂളും. പക്ഷെ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഇരുന്ന ആൾക്കാർ, അതായത് എൻ്റെ സുഹൃത്ത് തന്നെയാണ് ബോബൻ സാമുവൽ എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ സംവിധായകൻ. അദ്ദേഹമാണ് എൻ്റെ അടുത്ത് പറഞ്ഞ അവിടെ ഒരു മൂളൽ ഇട്ടേക്ക്. ഞാൻ പറഞ്ഞു വേണ്ട, ഇല്ല കുഴപ്പമില്ല, നമുക്കത് മിക്സിങ്ങിൽ കളയാം എന്നും പറഞ്ഞ് ഇട്ടതാ. പക്ഷെ അത് പുള്ളിയാകെ വെച്ച് വിട്ട് ഇത് കറക്റ്റായിട്ട് അച്ഛൻ അത് തന്നെ പിടിച്ചു. അപ്പം അങ്ങനെ ഒരു ഇത് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ ഉള്ളത് അച്ഛൻ മരിച്ചതിന് ശേഷമാണ് 3 സിനിമ ചെയ്തത്. ഒന്ന് സീൻ നമ്മുടെ വീട് എന്ന് പറഞ്ഞാൽ അച്ഛൻ അവസാനമായിട്ട് അഭിനയിച്ച സിനിമയും, പിന്നെ ഓഗസ്റ്റ് ക്ലബ് എന്ന് പറയുന്ന മുരളി ഗോപി റിമ കല്ലിങ്ങിലൊക്കെ അഭിനയിച്ച ഒരു സിനിമയുണ്ട്. അതിൽ ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ടൊരു പാട്ടും പാടിയിട്ടുണ്ട്. അച്ഛൻ പാടുന്ന പാട്ട് ഞാൻ പാടിയത്. പിന്നെ ഒരു തമിഴ് സിനിമ പുഴുതി എന്നാണ് പേര്. അതിൽ അച്ഛൻ അഭിനയിച്ച് അച്ഛൻ മരിച്ചതിന് ശേഷമായിരുന്നു അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കൊക്കെ ചെയ്തു. അങ്ങനെ തമിഴും ചെയ്തു. അങ്ങനെ 3 സിനിമ അച്ഛന് വേണ്ടിയിട്ട് ഡബ് ചെയ്തു. അതിൽ ഓഗസ്റ്റ് ക്ലബ്ബ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. ഈ പാട്ടും ഒക്കെ പാടി അങ്ങനെ ഒരു രസകരമായിട്ട് പോകാം. അമ്മയില് ചേട്ടൻ മെമ്പറാണോ? അമ്മയില് മെമ്പറാണ്. അപ്പം നമ്മുടെ ഷമ്മി ചേട്ടനും അമ്മയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ അത് ചേട്ടനെ ഏതെങ്കിലും തരത്തിൽ അഫക്ട് ചെയ്തിട്ടുണ്ടോ? അല്ല, എന്നെ അഫക്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ആ സമയത്ത് ഞാനുണ്ടായിരുന്നു. പക്ഷേ ഞാനതിനകത്ത് എനിക്കൊന്നും പറയാനുള്ള ഒരു ഇതില്ല. കാര്യം അത് പുള്ളിയും അമ്മയും തമ്മിലുള്ള പ്രശ്നം മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അന്നേരം ജോയിൻ ചെയ്തിട്ടേ ഉള്ളായിരുന്നു. അപ്പോൾ എനിക്ക് അതിനകത്ത് ഇതിനകത്ത് എന്തൊക്കെയാണ് പ്രശ്നങ്ങളൊന്നും എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് പങ്കെടുത്ത മീറ്റിങ്ങിൽ വെച്ചിട്ടാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. അതായത് അതിന് മുമ്പേ പ്രശ്നങ്ങളുണ്ട്. പുള്ളിയെ പുറത്താക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ വന്നത് ആ മീറ്റിങ്ങിൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് അറിയാത്തത് കൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ മീറ്റിങ്ങിൽ പറഞ്ഞ പോലെ ഇലക്ഷൻ സമയത്ത് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ പല ആളുകളും പറഞ്ഞ കൂട്ടത്തിൽ ഈ പറഞ്ഞ പോലെ ഷമിചേട്ടനെ പുറത്താക്കിയത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് എനിക്കും ചോദിക്കാനുള്ളത്. കാരണം പുള്ളിയെ പുറത്താക്കിയത് പുള്ളി മീഡിയയോട് അമ്മയെക്കുറിച്ച് മോശമായി സംസാരിച്ചു എന്നുള്ളതിൻ്റെ പേരിലാണ് പുറത്താക്കിയത്. പക്ഷേ ഞാനൊരിടത്തും കണ്ടിട്ടില്ല അദ്ദേഹം അമ്മ സംഘടനയെക്കുറിച്ച് മോശമായിട്ട് ഒരിടത്തും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത് അന്നുണ്ടായിരുന്നവരിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ അമ്മയെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയുന്നതല്ലാതെ അങ്ങനെ ഒരു മോശമായിട്ട് പറഞ്ഞതായിട്ട് ഒരിടത്തും കണ്ടില്ല. പക്ഷേ നേരെ മറിച്ച് ഇപ്പോഴും അമ്മയ്ക്ക് അപകീർത്തി ഉണ്ടാകുന്ന രീതിയിൽ പല ആളുകളും ഇപ്പോൾ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഈ പറഞ്ഞ മീറ്റിങ്ങിലും 1-2 പേര് ചോദിച്ചു. സ്വാഭാവികമായിട്ടും അങ്ങനെ പറഞ്ഞവരെയും അവർക്കെതിരെ നടപടി എടുക്കണ്ടേ? പക്ഷെ അവർക്കെതിരെ നടപടി എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പുള്ളിക്കാരനെ തിരിച്ചു വിളിക്കണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് ഇപ്പോഴത്തെ പുതിയ ഭരണസമിതി ഇനിഷ്യേറ്റീവ് എടുത്ത് സംസാരിച്ച് തിരിച്ചു വിളിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.